അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മളെ പത്രിപ്പാല ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇവിടേക്കുള്ള ദൂരം. മെയിൻ ബസ് റൂട്ടിൽ നിന്ന്, അതായത് പത്രിപ്പാല കോങ്ങാട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ. അതിൽ ടാറിംഗ് റോഡാണ് നമുക്കൊരു കംപ്ലീറ്റ് 90% ടാറിംഗ് റോഡ് വരുന്നത്. 20 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന മണ്ണ് റോഡുള്ളത്. എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട്. നമ്മളെ വീടിൻ്റെ പരിസരമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ വീടുകളുടെ പരിസരമാണ്. അപ്പോൾ ടൗണിൻ്റെ അടുത്താണ് ഒറ്റപ്പാലം, അതേമാതിരി പറളി, പാലക്കാട്, അതിൻ്റെയൊക്കെ പരിസരത്തായിട്ടാണ് നമ്മൾ ഈ പത്രിപ്പാല വരുന്നത്. അപ്പോൾ നമുക്ക് ആ വീട് ഫുള്ളായിട്ടൊന്ന് കാണാം. 5 സെൻറ്റ് സ്ഥലവും 700 സ്ക്വയർ ഫീറ്റ് വീട്. വെറും 11 ലക്ഷം രൂപക്കാണ് നമുക്ക് കിട്ടാൻ പോണത്. നെഗോഷ്യബിൾ അല്ല, ഫൈനൽ റേറ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പത്രിപ്പാല ടൗണിൽ നിന്ന് കോങ്ങാട്ട് പോണ മെയിൻ റോഡ്. അപ്പോൾ പത്രിപ്പാല സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇവിടേക്കുള്ള ദൂരം ഒരു 500 മീറ്ററാണ്. അപ്പോൾ ഈ 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബസ് റൂട്ട് ഉണ്ട്. നമുക്ക് ഈ ബസ് റൂട്ടിന് ഒരു 1 കിലോമീറ്റർ പോയിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ പോയിട്ടാണ് കാണാം. ഇതാണ് നമ്മളെ പത്രിപ്പാല കോങ്ങാട് റോഡിൽ നിന്ന് വരുന്ന ടാറിംഗ് റോഡ്. 1 കിലോമീറ്ററാണ് ഇവിടേക്ക് ദൂരം. നേരത്തെ കണ്ട പോലെ തന്നെ നിറയെ വീടുകളുടെ പരിസരമാണ്. അപ്പോൾ ഈ ടാറിംഗ് റോഡിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് വെറും 20 മീറ്റർ. ഈ റോഡിന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വീടാണ്. പിന്നെ ഇവിടെ വെള്ളത്തിന് സൗകര്യത്തിന് ഇപ്പോൾ ഇതിൽ പൈപ്പ് കണക്ഷനാണ്. എങ്കിലും നമുക്കിവിടെ ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. നമ്മൾ ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വീട്ടിലൊക്കെ ഓപ്പൺ കിണറാണ്. അപ്പോൾ ഈ ടാറിംഗ് റോഡിൽ നിന്ന് ഈ കാണുന്ന വഴിക്ക് എല്ലാ വണ്ടിക്കും പോകാനുള്ള വീതിയുണ്ട് റോഡ്. ഈ റോഡിന് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഈ ബൈക്ക് നിൽക്കുന്നതിൻ്റെ അവിടെ നേരെ നീല ഗേറ്റ് കാണുന്നതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന വീട്. ഇപ്പോൾ റോഡിന് നേരെ കയറി കഴിഞ്ഞാൽ നമ്മളെ ഒരതിര് തുടങ്ങുന്ന ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ 4 ഭാഗത്തും കമ്പിവേലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരതിര് തുടങ്ങുന്ന ഇവിടുന്നാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പൈപ്പ് കണക്ഷൻ. വെള്ളത്തിന് സൗകര്യത്തിന് പൈപ്പ് കണക്ഷനാണ്. അപ്പോൾ 5 സെൻറ്റിന് വേണ്ട അത്യാവശ്യം ഫ്രണ്ടേജ്, 10-14 മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക്. ഈ ഭാഗത്തൊക്കെ നമുക്ക് തൊട്ട് നിറയെ വീടുകൾ തന്നെയാണ്. പത്രിപ്പാല ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ ഒരു 5 സെൻറ്റ് സ്ഥലവും ഈ വീടും ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ക് തന്നെയാണ്. അപ്പോൾ നിറയെ വീടുകളുടെ പരിസരം. അപ്പോൾ നമ്മളെ ഫ്രണ്ടേജ് വരുന്ന ഈ കമ്പിവേലി വരെക്കാണ് ബൈക്ക് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇത് വാഹനം 1-2 വാഹനം നമുക്ക് ഉള്ളിൽ നിർത്താനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭാഗം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് 4 വീല് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. അധികം എടുക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 അടി ഉയരത്തിലാണ് വഴിയിൽ നിന്ന് ഈ സ്ഥലം നിൽക്കുന്നത്. ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാഹനവും നമ്മളെ മുറ്റത്തേക്ക് കയറും. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു മുറ്റം തന്നെയാണ്. 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ അതിൽ കൂടെയൊക്കെ നമുക്ക് ചില്ലറ മരങ്ങളുണ്ട്. ഇതാണ് നമ്മളെ പുതിയതായിട്ട് വന്ന പൈപ്പ് കണക്ഷൻ. ഇതിൽ പൈപ്പ് കണക്ഷനിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിൽ ഓപ്പൺ വെല്ലോ ബോർവെല്ലോ ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. 2 ബെഡ്റൂമുള്ള വീടാണ്. ഇതിൽ പുറത്തൊരു ബാത്റൂം സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ. അതേപോലെ തന്നെ ഈ കാണുന്ന വീടിൻ്റെ മറ്റൊരു സൈഡ്, ഈ സൈഡിലും അതിലും നമുക്ക് ഫുള്ള് കമ്പിവേലി ചെയ്തിട്ടുണ്ട്. ഈ പുറം ഭാഗത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഈ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് തേപ്പിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇതുവരെക്കാണ് നമ്മളെ ബാക്ക് സൈഡ്. തൊട്ട് വീടുകളാണ്, ടൗണിൻ്റെ അടുത്താണ്, എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്തൊരു ഷെഡ് പോലെ ചെയ്തിട്ടുണ്ട്. ടാർപ്പായൊക്കെ ഇട്ടിട്ട് വിറകുകൾ വെക്കാൻ സൗകര്യത്തിന്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയർ നമുക്ക് പുറത്തുകൂടെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് താഴെ താമസിക്കാം. മുകളിലൊരു 2 റൂമും കൂടി എടുത്തിട്ടൊരു പാർട്ടിക്ക് റെൻറ്റിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം, വാങ്ങിക്കുന്ന പാർട്ടിക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബാക്ക് സൈഡിൽ അതിര് വരുന്നത്. ഇതിലൂടെ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ബാത്റൂം നമുക്കിവിടെ അടുക്കളുടെ ഭാഗത്തായിട്ടാണുള്ളത്. ഈ ഭാഗത്താണ് ബാത്റൂം ഉള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. പിന്നെ കുറച്ച് ഭാഗം ഈ സൈഡിൽ, കുറച്ച് ഭാഗം ബാക്കിൽ, കുറച്ച് ഭാഗം നമുക്ക് തേപ്പിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം. അപ്പോൾ നമ്മൾ 4 ഭാഗം പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗമാണ് കാണുള്ളത്. പിന്നെ വാങ്ങിക്കുന്നൊരു പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമാണുള്ളത്. നേരെ കയറി വരുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ട് ഒരു 5-6 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ളൊരു സിറ്റ് ഔട്ട്, അതേപോലെ തന്നെ ഒരു കള്ളി ജനൽ, മെയിൻ ഡോറ്. ഇതിൽ നിലത്തിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. ഇപ്പോൾ കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് ടൈലായിട്ട് തോന്നും, പക്ഷേ ടൈലല്ല, കാർപ്പറ്റാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ്. 700 സ്ക്വയർ ഫീറ്റ് വീടിന് ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിതിലുണ്ട്. എല്ലാ ഭാഗവും നല്ല അത്യാവശ്യം വിശാലതയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹാളിനോട് ചാരിയിട്ട് തന്നെ ഇവിടെ ചെറിയൊരു ഡൈനിങ് ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്പേസും കൂടി നമുക്ക് ഈ ഹാളിലുണ്ട്. ഈ ഹാളിൽ നിന്ന് പിന്നീട് നമുക്ക് വരുന്നത് 2 ബെഡ്റൂമാണ്.
ബെഡ്റൂമുകളാണെങ്കിലും വിശാലമായ ബെഡ്റൂം തന്നെയാണ്. 700 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഒതുങ്ങുന്ന രൂപത്തിൽ അത്യാവശ്യം സ്പേസ് ഉള്ള രൂപത്തിൽ തന്നെയാണ് ബെഡ്റൂമുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കട്ടിലിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു അലമാര ഉണ്ട്. എന്നിട്ടും നമുക്ക് അത്യാവശ്യം സ്പേസ് ഇതിൽ ബാക്കി വരുന്നുണ്ട്. പിന്നെ ഇതിൽ ബാത്റൂം നമുക്ക് നേരത്തെ പുറത്ത് കണ്ട ഒരു ബാത്റൂം മാത്രമാണ് നമുക്കിതിലുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 2 റൂമൊന്നും വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. അതിലും ഒരു കട്ടിലിട്ടിട്ട് പിന്നെയും സ്പേസ് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഷോക്കേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1 സൈഡ് റാക്ക് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ്. പിന്നെ ചെറിയൊരു തേപ്പിൻ്റെ പണിയും നിലത്തിൻ്റെ വർക്കുമാണ്. അത് നമുക്ക് മെല്ലെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാവുന്ന രൂപത്തിൽ താമസയോഗ്യമായിട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് കിച്ചണിലും സൗകര്യങ്ങളുണ്ട്. ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഒരടുപ്പുണ്ട്, ഷോക്കേസ് ഉണ്ട്, 1 സൈഡിൽ റാക്ക് ഉണ്ട്. 1 സൈഡല്ല, ഡബിൾ സൈഡ് റാക്ക് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ളത് നമുക്ക് ഈ ഹാളിൽ നിന്നാണ്, ഡൈനിങ് ഹാളിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം മാറിയിട്ട്, അതായത് പത്തിരിപ്പാല നിന്ന് കോങ്ങാട്ടിക്ക് പോണ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്ററാണ് നമുക്ക് കൊടുക്കുന്ന ദൂരം. 5 സെൻറ്റ് സ്ഥലവും 700 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമുള്ള വീട് എന്ന് പറയുക. വീടുകളുടെ പരിസരത്ത് വെള്ളത്തിന് സൗകര്യത്തിന് നമുക്കിതിൽ പൈപ്പ് കണക്ഷനാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇനി റേറ്റ് വരുന്നത് 11 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ്, നെഗോഷ്യബിൾ അല്ല. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതേപോലുള്ള ചെറിയ ചെറിയ വീടുകളാണ് നമ്മൾ കൂടുതലും പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആവശ്യക്കാർക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.